بسم الله الرحمن الرحيم لأجاريهم قلدت ظاهر ما فيهم فبدوت شخصا آخر كي أتفاخر. ആവശ്യങ്ങൾ നമുക്ക് നിറവേറപ്പെടും. ആ നൂറുകണക്കിന് ആവശ്യം നമ്മൾ എണ്ണിയാലൊന്നും അത്ര എത്തൂല നമ്മുടെ ആവശ്യങ്ങൾ. എന്നാലും നമുക്കുള്ള ആവശ്യങ്ങൾ മുഴുവൻ ഈ സ്വലാത്തിലൂടെ നിറവേറപ്പെടുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെ ചൊല്ലുന്ന സമയത്ത് ആത്മാർത്ഥമായ കൽബോടുകൂടി എന്റെ ഇന്ന 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 ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് കിട്ടണമെന്ന നല്ല ഇഖ്ലാസോട് കൂടിയിട്ടാവണം ചൊല്ലേണ്ടത്. രണ്ടാമത്തെ നേട്ടം എന്താ? ഐശ്വര്യങ്ങളുടെ വാതിലുകൾ അള്ളാഹു നമുക്ക് തുറന്നു തരും. അതായത് നമ്മളുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമുക്ക് വീടുണ്ടാകും, വസ്തു ഉണ്ടാകും, കാർ ഉണ്ടാകും, വാഹനങ്ങൾ ഉണ്ടാകും, അതുപോലെ തന്നെ നമുക്ക് മക്കളുണ്ടാകും, ഭാര്യ ഉണ്ടാകും, ഭർത്താവ് ഉണ്ടാകും, മറ്റു ചുറ്റുപാടുകൾ ഉണ്ടാകും, ബിസിനസ് ഉണ്ടാകും, ജോലി എല്ലാം ഉണ്ടാകും. പക്ഷെ ഒരു ബർക്കത്തില്ലാത്ത ജീവിതമായിരിക്കും ചിലപ്പോൾ ഉണ്ടാകുക. മറിച്ച് ഈ സ്വലാത്ത് പതിവാക്കുന്നവരാണെങ്കിൽ അള്ളാഹു നമുക്ക് നൽകിയ ഈ നിഅമത്തുകളിലെല്ലാം അവന്റെ ഐശ്വര്യത്തിന്റെ നോട്ടം അള്ളാഹു നോക്കും, ഖൈറിന്റെ നോട്ടം അള്ളാഹു നോക്കും, ബറക്കത്തിന്റെ നോട്ടം അള്ളാഹു നോക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ ഈ ചൊല്ലുന്ന സമയത്ത് ഈ നീയത്തൊക്കെ നമ്മുടെ കൽബിൽ വേണം. നമ്മുടെ കൽബിന് ഇങ്ങനെ എന്ത് ചെയ്യണം? ഈ പ്രശ്നങ്ങളൊക്കെ പരിഹാരം കിട്ടണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന സകല പ്രശ്നങ്ങളിൽ നിന്നും പരിഹാരം നമുക്ക് കിട്ടും. പല പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്നവരാണ് നമ്മൾ, അല്ലേ? ഒരുപാട് വിഷമങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്, ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരാണ്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ വിളിച്ചിട്ട് അദ്ദേഹത്തിന് പ്രയാസങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ജോലിയൊക്കെ ഉണ്ട്, വരുമാനമൊക്കെ ഉണ്ട്, പക്ഷേ പൈസ കയ്യിൽ നിൽക്കണേ ഇല്ല. കിട്ടുന്ന പൈസ ഒന്നിനും അങ്ങോട്ട് മുതലാകുന്നില്ല, മതിയാകുന്നില്ല എന്ന് സങ്കടം പറഞ്ഞു. അപ്പൊ അതുപോലെ എങ്ങനെ അലട്ടുന്ന പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ നമുക്ക് കണക്കാക്കിയിട്ടുള്ള ഏത് വലിയ പ്രശ്നങ്ങളുണ്ടോ അതിനൊക്കെ പരിഹാരം നമുക്ക് അള്ളാഹു നൽകും. അതല്ല ഏറ്റവും വലുത്. നമുക്ക് നല്ല സൊല്യൂഷൻ, പരിഹാരം കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സ്വലാത്ത് കൊണ്ട് നമുക്ക് നൽകുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിരിക്കുകയാണ്. ഇനി ശത്രുക്കളായ ആളുകൾ ആരെങ്കിലും നമുക്കുണ്ടെങ്കിൽ, അത് മനുഷ്യന്മാരാകട്ടെ, ജിന്നുകളാകട്ടെ, ശൈത്താന്മാരാകട്ടെ, ഇനി അതല്ലാത്ത മറ്റെന്തെങ്കിലും ആകട്ടെ, ശത്രുക്കൾ നമ്മെ ഇടങ്ങേറാക്കുന്നുണ്ട് എങ്കിൽ ആ ശത്രുക്കളുടെ മുഴുവൻ ശത്രുതയിൽ നിന്നും, കുതന്ത്രങ്ങളിൽ നിന്നും, കെണിവലകളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കും. ഇപ്പൊ ഇബ്ലീസ് ആണ് ഇടങ്ങേറാക്കാൻ വരുന്നെങ്കിൽ ആ ഇബ്ലീസ് എന്ന ശത്രുവിനെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കും. ഇബ്ലീസിനെ ആട്ടി ഓടിക്കാൻ ഈ സ്വലാത്ത് മതി എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ജിന്നുകളെന്ന ആ ഇടങ്ങേറ് പിടിച്ച ശത്രുക്കളിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തും. ഇനി മറ്റെന്തെങ്കിലും റൂഹാനിയത്തിന്റെ കുഴപ്പമുണ്ടോ അതിൽ നിന്നും അള്ളാഹു മോചനം നൽകും. ഇനി അതല്ല, മനുഷ്യന്മാരായ ശത്രുക്കളുണ്ട് എങ്കിൽ അവരിൽ നിന്നും അള്ളാഹു മോചനം നൽകും. നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതലും അതായിരിക്കും ഉണ്ടാകുക. അപ്പൊ നമ്മുടെ മനസ്സിൽ കരുതേണ്ട എന്താ? ശത്രുക്കളെ നശിപ്പിച്ച് കളയലല്ല, മറിച്ച് ശത്രുക്കളെ നന്നാക്കാൻ നമ്മൾ മനസ്സിൽ കരുതണം. അവര് നന്നായി കിട്ടട്ടെ. നന്നായാൽ എന്ത് ചെയ്യും? ചിലപ്പോ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ഒരു അടിമ കൂടി ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക? ശത്രുക്കളുടെ ശത്രുതയൊക്കെ മാറി നന്നായി കിട്ടാൻ വേണ്ടിയിട്ട് ദ്വാരക്കണം. ആ നീയത്തോട് കൂടിയിട്ട് നമ്മൾ ചൊല്ലണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അതുപോലെ അഞ്ചാമതായി കിട്ടുന്ന ഒരു നേട്ടമാണ് സമ്പാദ്യത്തിൽ ബറക്കത്ത് ഉണ്ടാകുക എന്നുള്ളത്. അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്തുകളിൽ ബറക്കത്ത് ഉണ്ടാകുക. ആ ബറക്കത്ത് എങ്ങനെ ഉണ്ടാകുക എന്നറിയോ? അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക്, അള്ളാഹുവിന് വേണ്ടി, ദീനിന് വേണ്ടി, നന്മകൾക്ക് വേണ്ടി ചെലവഴിക്കാനുള്ള മനസ്സ് അള്ളാഹു അവന് ഇട്ട് കൊടുക്കും. ആ വ്യക്തിക്ക് അള്ളാഹു ഇട്ട് കൊടുക്കും, നല്ലതിന് ചെലവഴിക്കാം. കാരണം എന്തേ? സമ്പത്തിൽ അള്ളാഹു ബറക്കത്ത് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെയാണ്. അവരുടെ സമ്പാദ്യം ദീനിന് ഉപകരിക്കുന്ന സമ്പാദ്യമായി മാറും. അങ്ങനെ ഉപകരിച്ചാലോ നാളെ ആഖിറത്തിൽ അവർ രക്ഷപ്പെടുന്ന പോലെ രക്ഷപ്പെടാൻ വേറൊരാൾക്കും കഴിയില്ല. അവർക്ക് സിമ്പിളായി രക്ഷപ്പെട്ടു പോകാൻ കഴിയും. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഈ സ്വലാത്ത് പതിവാക്കിയാൽ മതി. അതുപോലെ ആറാമതായി കിട്ടുന്ന മറ്റൊരു നേട്ടം കാണാം. ജീവിതത്തിന്റെ പ്രയാസങ്ങൾ നീക്കപ്പെടുക. ജീവിത പ്രയാസങ്ങൾ നീക്കപ്പെടുക. അതായത് ജീവിക്കാൻ ജോലി ആവശ്യമാണ്. ചില ആളുകൾക്ക് ജോലി എത്ര നോക്കിയാലും സെറ്റ് ആവുന്നുണ്ടാവില്ല. ബിസിനസ് വേണം, ബിസിനസ് ചിലപ്പോൾ എത്ര തുടങ്ങിയിട്ടും പൊട്ടി പോകുന്ന ആളുകളുണ്ട്. അതുപോലെ നല്ലൊരു ഇണയെ കിട്ടുക എന്നുള്ളത് ജീവിതത്തിന്റെ അഭിലാഷമാണ്. അപ്പൊ ജീവിക്കുമ്പോൾ അതൊക്കെ അത്യാവശ്യമാണ്. ഇങ്ങനെ ജീവിതത്തിൽ പല പ്രയാസങ്ങൾ, ഇതൊന്നും നടക്കാതിരിക്കുക, ഇതിനൊക്കെ തടസ്സങ്ങൾ നേരിടുക. ഇങ്ങനെ വരുന്ന സമയത്ത് അതിൽ നിന്നും മോചനം ലഭിക്കാൻ, രക്ഷപ്പെടാൻ ഈ ഒരു സ്വലാത്ത് പതിവാക്കിയാൽ മതി എന്ന് മഹാന്മാർ പഠിപ്പിച്ചിരിക്കുക. ഇത് ദുനിയാവിൽ വെച്ച് കിട്ടുന്ന നേട്ടമാണ്. ഏഴാമതായി കിട്ടുന്ന നേട്ടം, ദാരിദ്ര്യം എന്ന വിപത്ത് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവൂല. ദാരിദ്ര്യം ഉണ്ടാവൂല എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്കോ അദ്ദേഹത്തിന്റെ കുടുംബത്തിനോ അദ്ദേഹത്തിന്റെ ചെലവിൽ കഴിയുന്നവരോ പട്ടിണി കിടക്കേണ്ടി വരില്ല. ദാരിദ്ര്യം പല കോലത്തിലുണ്ട്. പൈസ ഇല്ലായ്മ മാത്രമല്ല ദാരിദ്ര്യം എന്നുള്ളത്. നേരത്തെ പറഞ്ഞത് പൈസ ഉണ്ട്, ഒന്നിനും മുതലാകുന്നില്ല, ഒന്നിനും എത്തിപ്പെടുന്നില്ല എന്നുള്ളതും ദാരിദ്ര്യം തന്നെയാണ്. സമ്പത്തിൽ ബർക്കത്തില്ലായ്മ പോലെ തന്നെയാണ് സമയത്തിലും ബർക്കത്തില്ലായ്മ, അതും ദാരിദ്ര്യം. ഒരുപാട് 24 മണിക്കൂർ എല്ലാവർക്കും ഉള്ളതുപോലെ അവനുണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല? ഒരു കാര്യം ചെയ്യാൻ ബിസിനസ്സിൽ ഇങ്ങോട്ട് തിരക്ക് പിടിച്ചിട്ട് നിസ്കാരം ഒഴിവാക്കാൻ, നിസ്കരിക്കാനുള്ള സമയമില്ല. കാരണം ബർക്കത്തില്ല സമയത്തിൽ, ദാരിദ്ര്യമാണ്. അതുപോലെ തന്നെ ഖുർആൻ ഓതാൻ സമയമില്ല, ദാരിദ്ര്യമാണ്.
അപ്പൊ ദാരിദ്ര്യം എന്നുള്ളത് എന്തല്ല, പട്ടിണി മാത്രമല്ല. അങ്ങനെ ചിന്തിച്ചു പോകരുത്. സമ്പത്തിലും ബർക്കത്തില്ലായ്മ, ദാരിദ്ര്യം വരിക, അതുപോലെ സമയത്തിലും ദാരിദ്ര്യം വരിക, ഇതൊക്കെ നമുക്ക് ഇടങ്ങേറുകൾ തന്നെയാണ്. ഈ ദാരിദ്ര്യം എന്ത് ചെയ്യും, നമ്മളിൽ നിന്ന് നീക്കപ്പെടുന്നതാണ് ഈ സ്വലാത്ത് പതിവാക്കിയാൽ. എട്ടാമതായി കിട്ടുന്ന വലിയ നേട്ടം മനപ്രയാസം നീങ്ങിക്കിട്ടും. മനപ്രയാസം നീങ്ങിയാൽ ഒരു മനുഷ്യന്റെ രോഗങ്ങൾ ഇല്ലാതെയാകാൻ കാരണമായി തീരും. രോഗം വരാനുള്ള 80% സാധ്യതയും ടെൻഷനിലൂടെയാണ് എന്ന് പഠനങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. നോക്കുക, ഒരു മനുഷ്യന് രോഗം വരാനുള്ള 80% വരുന്ന സാധ്യതയും എന്തിലൂടെയാണ്? മനപ്രയാസത്തിന്റെ പല മേഖലകൾ പറയുന്നു, ടെൻഷന്റെ പല രൂപങ്ങൾ. അപ്പം എല്ലാം കൂടെ കണക്ക് കൂട്ടിയാൽ 80% ടെൻഷനിലൂടെ രോഗം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ടെൻഷൻ ഫ്രീ ആയ ജീവിതം ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, മനക്ലേശമില്ലാത്ത ഒരു ജീവിതം ഒരാൾക്ക് കിട്ടിയാൽ അദ്ദേഹത്തിന് ഹോസ്പിറ്റലുകൾ കൊണ്ട് ചെലവഴിക്കേണ്ടി വരില്ല. അദ്ദേഹത്തിന്റെ സമ്പാദ്യം ചെലവഴിച്ചാൽ അദ്ദേഹത്തിന് മനസ്സിന് വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. ഇബാദത്തുകൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. ഇബാദത്തുകളിൽ പ്രയാസമോ ടെൻഷനോ അല്ലെങ്കിൽ അതുപോലെ മാനസികമായി ഒരു അടുപ്പമില്ലായ്മ ഒന്നും ഉണ്ടാവില്ല. നല്ല റിലാക്സ് ആയിട്ട് ഇബാദത്ത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സർവ്വ ഇബാദത്തുകളും നന്നായി കിട്ടും. നല്ല ഇബാദത്തുകൾ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ആ മനുഷ്യൻ തൻ്റെ കുടുംബാദികളുമായിട്ട്, തൻ്റെ മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ ആരൊക്കെയാണോ അവരുമായിട്ട് നല്ല രൂപത്തിൽ ഇടപഴകാൻ കഴിയും. പലപ്പോഴും കുടുംബ വഴക്കും അതുപോലെ വീട്ടിലെ കലഹങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ ടെൻഷന്റെ പുറത്തുനിന്നാണ്. ഭർത്താവ് ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഭാര്യ എന്തെങ്കിലും പറഞ്ഞു, അപ്പോഴായിരിക്കും വഴക്കുണ്ടാകുക. ഭാര്യ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ഭർത്താവ് എന്തെങ്കിലും സംസാരിച്ചു, അപ്പോൾ വഴക്കുണ്ടാവും. മക്കളും മാതാപിതാക്കൾക്കും ഇടയിൽ, അയൽവാസികൾക്കിടയിൽ. എന്നാൽ ടെൻഷൻ ഫ്രീ ഒന്നും ഇല്ലാത്ത നല്ല ഹാലിസായ കൽബോട് കൂടിയിട്ടാണല്ലോ അവിടെ സന്തോഷവും സമാധാനമായിരിക്കും ഉണ്ടാകുക. അപ്പൊ ഈ പറഞ്ഞ ദുനിയാവിന്റെ 8 നേട്ടങ്ങൾ കൊണ്ട് നമ്മുടെ ദുനിയാവ് രക്ഷപ്പെടാനുള്ള മാർഗമുണ്ട്. ദുനിയാവ് രക്ഷപ്പെടും. അപ്പൊ ഒരാളുടെ ദുനിയാവ് മുഴുവൻ രക്ഷപ്പെട്ടിട്ട് എന്ത് ചെയ്താൽ മതി? ഈ സ്വലാത്ത് പതിവാക്കിയാൽ മതി. ഇതുകൂടാതെ ഈ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന ഉഖ്റവിയായ 23 നേട്ടം കൂടി നമുക്കൊന്ന് പറയാം. 23 നേട്ടം കൂടി ഇൻഷാ അല്ലാഹ് ഒന്ന് പറയാം, ഒന്ന് ചർച്ച ചെയ്യാം. 31 പരം വരുന്ന നേട്ടങ്ങൾ മഹാന്മാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാൻ ചുരുക്കിയ രൂപത്തിൽ 31 മാത്രം നിങ്ങളിലേക്ക് പറഞ്ഞു തരികയാണ്. ഇത് തന്നെ ആയാൽ നമ്മുടെ ദുനിയാവിലെയും ആഖിറത്തിലെയും സകല കാര്യങ്ങളും അതിൽ ഉൾപ്പെട്ടു. ഈ പറഞ്ഞ 8 നേട്ടങ്ങൾ കൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ ദുനിയാവ് മുഴുവൻ കിട്ടും. ദുനിയാവിന്റെ മുഴുവൻ ആഗ്രഹങ്ങളും അവന് സഫലീകരിക്കും. ദുനിയാവിന്റെ മുഴുവൻ പ്രശ്നങ്ങളും നീങ്ങും. ദുനിയാവിന്റെ എല്ലാ കാര്യങ്ങളും റാഹത്താകും. ഇനി കിട്ടുന്ന 23 നേട്ടങ്ങളോ അയാളുടെ ആഖിറവും രക്ഷപ്പെടാൻ കാരണമായി തീരും. അതിലൊന്ന് സ്വലാത്ത് ചൊല്ലുന്ന സ്ഥലങ്ങൾ പ്രകാശിക്കപ്പെടുമെന്ന, നമ്മൾ അള്ളാഹുവിന്റെ അടുക്കൽ കാണിക്കപ്പെടും. നമ്മുടെ സ്ഥാപനങ്ങൾ, നമ്മളുടെ വീടുകൾ, നമ്മളുടെ സ്ഥലങ്ങൾ, നമ്മൾ ഇരിക്കുന്ന സ്ഥലം, നിൽക്കുന്ന സ്ഥലം, നമ്മൾ ഈ സ്വലാത്ത് ചൊല്ലിയത് എവിടെ വെച്ചാണോ ആ സ്ഥലം റബ്ബിന്റെ അടുക്കലേക്ക് ഇങ്ങനെ പ്രകാശിക്കപ്പെടും. മലക്കുകൾ അത് കാണുകയും നമുക്ക് ദുആ തരികയും ചെയ്യും. രണ്ടാമത്തെ നേട്ടം എന്താ? ഉഹദ് പർവ്വതത്തിന് സമാനമായ നന്മകൾ നമുക്ക് എഴുതപ്പെടും. ഞാൻ വിശദീകരിച്ചു അത്. ഉഹദ് പർവ്വതത്തിന് സമാനമായ നന്മകൾ നമുക്ക് എഴുതപ്പെടും. മൂന്നാമത്തെ നേട്ടം, ആഖിറത്തിൽ കിട്ടുന്ന നേട്ടം, മരിക്കുന്നതിന് മുമ്പ് നമ്മൾ എവിടേക്കാണോ പോകുന്നത്, ഏത് സ്വർഗത്തിലെ ഏത് ഭാഗത്തേക്കാണോ പോകുന്നത് ആ ഭാഗം കാണിച്ചു തന്നിട്ടല്ല നമ്മുടെ റൂഹിനെ അള്ളാഹു പിടിക്കൂല. അതായത് മരിക്കുന്നതിന് മുമ്പ് സ്വർഗം കണ്ടിട്ട് മരിക്കാനുള്ള ഭാഗ്യം കിട്ടും. മൂന്നാമത്തെ നേട്ടം അതാണ്. നാലാമത്തെ നേട്ടം കേൾക്കണോ? സ്വലാത്ത് ചൊല്ലുന്ന ആൾക്കും ആ സ്വലാത്ത് ചൊല്ലിയവരുടെ മാതാപിതാക്കൾക്കും സ്വലാത്ത് ചൊല്ലിയവരുടെ മക്കൾക്കും അള്ളാഹു ഇതിന്റെ പ്രതിഫലം എഴുതി കൊടുക്കും. ഇതൊക്കെ ഉഖ്റവിയായ നേട്ടങ്ങളാണ്. ഏത്? ഈ പറഞ്ഞത് മുഴുവൻ ഉഖ്റവിയായ നേട്ടങ്ങളാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നാളെ നമുക്ക് ഇതിന്റെ കൂലി കണ്ട് സന്തോഷിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. അഞ്ചാമത്തെ നേട്ടം കേൾക്കണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാളെ സാക്ഷിയായി വരും. മഹ്ശറിൽ നിൽക്കുന്ന സമയത്ത് മുത്ത് നബി തങ്ങൾ നമുക്ക് സാക്ഷിയായി വരും. മഹ്ശറിൽ ഒരുപാട് ആളുകൾ സാക്ഷിയായി വരുമല്ലോ. അവിടെ ഖുർആൻ സാക്ഷിയായി വരും, നിസ്കാരങ്ങൾ സാക്ഷിയായി വരും, നമ്മൾ ചെയ്ത സ്വതക്ക സാക്ഷിയായി വരും, അതുപോലെ നോമ്പ് സാക്ഷിയായി വരും, റമദാൻ സാക്ഷിയായി വരും. ഇങ്ങനെ പല സംഗതികൾ സാക്ഷികളായി വരും. എന്നാൽ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഡയറക്റ്റ് നമ്മൾക്ക് വേണ്ടി സാക്ഷി നിൽക്കാൻ എവിടെ എത്തും? നാളെ മഹ്ശറിൽ എത്തുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചിരിക്കുകയാണ്. അള്ളാഹ് ഞങ്ങൾക്ക് അതിനുള്ള അവസരം നൽകണേ. റഹ്മാനെ റബ്ബെ, ആ പുന്നാര നബിതങ്ങൾ അവിടുത്തെ കൈപിടിച്ച് ഞങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ നീ അവസരം നൽകണേ അള്ളാഹ്. അടുത്തതോ, നബിതങ്ങൾ വരിക മാത്രമല്ല, ആറാമത്തെ നേട്ടം എന്താ? ആ പുന്നാര നബിതങ്ങൾ നമുക്ക് വേണ്ടി റബ്ബിന്റെ മുമ്പിൽ ശുപാർശ ചെയ്യും, ശഫാഅത്ത് ചെയ്യും. അള്ളാഹുവേ, ഈ മനുഷ്യൻ എന്റെ സ്വലാത്ത് ചൊല്ലിയ ആളാണ്, ഈ മനുഷ്യനെ നീ സ്വർഗത്തിൽ കടത്തണേ. അള്ളാഹുവിനുള്ള അവസരം നൽകുമാറാകട്ടെ. ഹൗദുൽ കൗസറിന്റെ അരികെ കൊണ്ടുവരപ്പെടും. മുത്തുനബി തങ്ങളുടെ ഹൗദിന്റെ അരികെ കൊണ്ടുവരപ്പെടുക. അള്ളാഹ് ഒരു മുഅ്മിന് കിട്ടുന്ന വലിയ നേട്ടങ്ങളിൽപ്പെട്ടതാണ് എന്ത്? ഇന്നാ അഅ്തൈനാക്കൽ കൗസർ. നബി തങ്ങൾക്ക് നമ്മൾ കൗസർ നൽകിയില്ലേ, ഹൗദുൽ കൗസർ നൽകിയില്ലേ, ഒരു അർത്ഥം അതാണ്. അപ്പോ ആ ഹൗദിന്റെ അരികിലേക്ക് ഈ സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾ ആനയിച്ച് ഇങ്ങനെ കൊണ്ടുവരിക. എന്നിട്ടോ അർശിന്റെ ചുവടെ ഹൗദുൽ കൗസറിന്റെ അവരെ കൊണ്ടുവരികയും അവർക്ക് ഹൗദിൽ നിന്നും കുടിക്കാനുള്ള അവസരം നൽകുകയും ചെയ്യും. അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ.
അർശിന്റെ ചോട്ടിൽ എന്ത് ചെയ്യും? കൊണ്ട് നിർത്തപ്പെടും. അർശിന്റെ ചോട്ടിൽ കൊണ്ട് നിർത്തപ്പെടുക. അതായത് ഒരു മനുഷ്യൻ നാളെ മഹ്ശറിൽ നിൽക്കുന്ന സമയത്ത് കത്തിജ്വലിക്കുന്ന സൂര്യൻ അയാളുടെ മുകളിൽ 1 മൈൽ ദൂരത്ത് ഇങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കുമ്പോൾ ഇയാൾ ചെയ്ത തെറ്റിനനുസരിച്ച് ഇങ്ങനെ വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന സമയത്ത് രക്ഷപ്പെടുന്ന ചില ആളുകളുണ്ട്. അതായത് അർശിന്റെ ചോട്ടിൽ നിൽക്കാൻ, തണലിൽ നിൽക്കാൻ അവസരം കിട്ടിയ ആളുകൾ. ആ തണലിൽ നിൽക്കാൻ അവസരം കിട്ടിയവരുടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ സ്വലാത്ത് പതിവാക്കിയവരെ അള്ളാഹു അവസരം നൽകും, അവിടെ കൊണ്ട് നിർത്തും. അവർക്ക് വിഷമിക്കേണ്ടി വരൂല. 8ാമത്തെ നേട്ടം അതാണ്. 9ാമത്തെ നേട്ടം മഹാന്മാർ പറയുന്നത്, ജനങ്ങളിൽ ഏറ്റവും ഉത്തമന്മാരിൽ ചേരാൻ അദ്ദേഹത്തിന് അവസരം കിട്ടും. ഏറ്റവും ഉത്തമന്മാരായ ആളുകളിൽ ചേരാൻ, അതായത് അമ്പിയാക്കൾ, ഔലിയാക്കൾ, അവരുടെ പട്ടികയിൽ ചേരാൻ ആ വ്യക്തിക്ക് അള്ളാഹു അവസരം കൊടുക്കുന്നതാണ്. അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. 10ാമത്തെ നേട്ടം എന്താ അറിയോ? ഈ മനുഷ്യന്റെ ദറജകൾ ഉയർത്തപ്പെടും. വലിയ വലിയ സ്ഥാനങ്ങൾ അദ്ദേഹത്തിന് നൽകും. വലിയ സ്ഥാനം നൽകുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലും വലിയ സ്ഥാനം നൽകും, ദുനിയാവിലും വലിയ സ്ഥാനം അള്ളാഹു നൽകും. പ്രധാനമായും പ്രതിപാദിച്ചത് സ്വർഗത്തിലെ ദറജകൾ, തട്ടുകൾ എന്ത് ചെയ്യും? താഴെയുള്ളത് പോലെയല്ല ഏറ്റവും മുകളിലുള്ളത്. നമ്മുടെ ദുനിയാവിൽ എന്ത് ചെയ്യാ? ഇപ്പൊ ഫ്ലാറ്റ് കണ്ടിട്ടുണ്ട് പല ആളുകൾ, നമ്മളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഫ്ലാറ്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഇഷ്ടം താഴെ താമസിക്കാനാ, താഴത്തെ നിലയിലൊക്കെ താമസിക്കാനാ. ഏറ്റവും മുകളിലത്തെ നിലയിൽ താമസിക്കുന്ന ആൾക്ക് അത്ര സന്തോഷം ഉണ്ടാവില്ല. കാരണം എങ്ങാനും ഇടയ്ക്ക് ലിഫ്റ്റ് നിന്ന് പോയി കഴിഞ്ഞാൽ ആ പടി അത്രയും ഇറങ്ങി താഴോട്ട് വരണം, പിന്നെ തിരിച്ചു കയറണം, വലിയ ഇടങ്ങേറാണ്. എന്നാൽ താഴെ താമസിക്കുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല. സാധാരണ വീട്ടിൽ താമസിക്കുന്ന പോലെ 1-2 സ്റ്റെപ്പൊക്കെ കയറിയാൽ എന്ത് ചെയ്യും? അവർക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാൽ സ്വർഗത്തിൽ അങ്ങനല്ല. താഴത്തെ തട്ടിനേക്കാൾ സ്ഥാനം കൂടിയത് എവിടെയാണ്? മുകളിലത്തെ തട്ടിനാണ്. അപ്പൊ അങ്ങനെ ദറജ എന്ത് ചെയ്യും? അള്ളാഹു അവിടെ ഇങ്ങനെ പദവി ഉയർത്തി 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 എന്ത് ചെയ്യും? വലിയ ദറജ കൊടുക്കും. ദുനിയാവിലെ പോലല്ല ആഖിറം. വലിയ നേട്ടം കിട്ടുന്നതാണ് സ്വർഗം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. 11ാമത്തെ നേട്ടം അറിയോ? സമ്പത്തില്ലാത്ത ആളുകളാണ് ഇത് ചൊല്ലുന്നതെങ്കിൽ, നമുക്ക് കൊടുക്കാൻ ആർക്കും സ്വതക്കൊന്നും കൊടുക്കാൻ സമ്പത്തില്ല, സക്കാത്ത് കൊടുക്കാൻ സമ്പത്തില്ല. എന്നാൽ സമ്പത്തില്ലാത്തവന്റെ സ്വതക്കയുടെ സ്ഥാനത്ത് ഈ ഒരു സ്വലാത്തിന് അള്ളാഹു പരിഗണിക്കുന്നതാണ് എന്ന്. സമ്പത്തില്ലാത്തവൻ സ്വതക്ക ചെയ്തതിന്റെ സ്ഥാനത്ത് ഈ സ്വലാത്തിന് അള്ളാഹു പരിഗണിക്കും. അതുകൊണ്ട് നോക്കി, സ്വതക്ക കൊടുത്തില്ലെങ്കിൽ സ്വതക്കയുടെ കൂലി അള്ളാഹു ഇങ്ങനെ എഴുതാം. സ്വതക്ക കൊടുത്തവരുടെ കൂട്ടത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടാ. വലിയ സ്ഥാനമാണ് ആ നൽകുന്നത്. നമ്മൾ ചെയ്തു കൂട്ടിയ തെറ്റുകൾ മുഴുവൻ പൊറുക്കപ്പെടാനുള്ള ഇസ്തിഗ്ഫാറിന്റെ സ്ഥാനത്ത് ഈ സ്വലാത്ത് നിൽക്കും. ഇസ്തിഗ്ഫാർ, നമ്മൾ എത്രയോ തെറ്റുകൾ നമ്മളിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഈ പാപങ്ങളൊക്കെ പൊറുക്കാൻ പാകമായ ഇസ്തിഗ്ഫാറിന്റെ സ്ഥാനത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്വലാത്തിനെ നിർത്തും. നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ അത് മതിയായതാണ് എന്ന്. അള്ളാഹു പാപങ്ങളൊക്കെ മാപ്പ് ചെയ്തു തരുമാറാകട്ടെ. മീസാനിൽ നമ്മുടെ നന്മതിന്മകൾ വെക്കുന്ന സമയത്ത് നന്മയുടെ ഭാഗത്ത് വല്ലാതെ കനം കൂടുന്നതാണ്. അല്ലാതെ കനം കൂടും. നമ്മളിങ്ങനെ ചിന്തിക്കും, റബ്ബേ ഞാൻ ഇത്രയേറെ കനം കൂടാനുള്ള അമലൊന്നും ചെയ്തില്ലല്ലോ എന്ന്. അപ്പോൾ പറയപ്പെടുന്നത് എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്തിന്റെ കനമാണ് ആ തൂങ്ങുന്നത് എന്ന് വിളിച്ചു പറയപ്പെടുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് ചൊല്ലാനുള്ള ഭാഗ്യം നൽകട്ടെ. സിറാത്തു പാലം കടക്കുന്നതിന് മുമ്പ് ഈ മീസാൻ രക്ഷപ്പെട്ടു കിട്ടിയാൽ അവൻ എന്ത് ചെയ്യും? നന്മതിന്മകളുടെ ഭാഗത്ത് നന്മ അങ്ങോട്ട് തൂങ്ങി കിട്ടിയാൽ അയാൾക്ക് സിറാത്ത് പെട്ടെന്ന് കടക്കാൻ പറ്റും. പറയുന്ന ഈ സ്വലാത്ത് കൊണ്ട് അയാളുടെ മീസാൻ എന്ത് ചെയ്യും? നന്മയുടെ ഭാരം കൂടും. അതുപോലെ അയാൾക്ക് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള സിറാത്തു പാലം മിന്നൽ വേഗത്തിൽ കടക്കാൻ കഴിയും. അള്ളാഹു കടത്തി തരുമാറ. സിറാത്ത് പെട്ടെന്ന് കടക്കാൻ കഴിയുക. സിറാത്ത് കടന്നാൽ പിന്നെ സ്വർഗത്തിലേക്ക് എത്തി. സിറാത്ത് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് എത്തി. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. നരകത്തിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നരകമോചനം ആ വ്യക്തിക്ക് അള്ളാഹു എഴുതുന്നതാണ്. നരകത്തിൽ കടക്കൂല. അയാൾ ചെയ്ത തെറ്റ് മുഴുവൻ പൊറുക്കപ്പെട്ടു. അയാൾ ചെയ്ത തെറ്റ് മുഴുവൻ പൊറുക്കാനും നന്മ ഭാരം കൂടാനും സിറാത്ത് കടക്കാനും ഒക്കെ അവർക്ക് അവസരം കിട്ടി. പിന്നെ എങ്ങനെ അയാൾ നരകത്തിൽ കടക്കാം? നരകമോചനം അയാൾക്ക് എഴുതപ്പെടും. 15ാമത്തെ നേട്ടതാണ്. 16ാമതായി കാണാം, അള്ളാഹുവിന്റെ പൊരുത്തം ആ മനുഷ്യനുണ്ടാകുന്നു. അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടാവും. വേറെ ആരുടെ തൃപ്തി ഇല്ലെങ്കിലും ശരി, അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനെ പൊരുത്തപ്പെടും. കാരണം മുത്തുനബിതങ്ങളെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. നബിതങ്ങൾ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അപ്പൊ നബിതങ്ങളെ ഹുബ്ബ് വെച്ച ഒരാളെ അള്ളാഹുവും പൊരുത്തപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ കോപത്തിൽ നിന്നും അയാൾ മോചിതനാവും. അള്ളാഹു കോപിക്കൂല. അള്ളാഹു അയാളോട് കോപിക്കൂല. നാളെ മഹ്ശറിൽ വരുന്ന സമയത്ത് ചില ആളുകളുടെ മുഖത്തേക്ക് പോലും അള്ളാഹു നോക്കൂല എന്ന് ഹദീസിൽ കാണാം. എന്നാൽ നബിതങ്ങളുടെ ഈ സ്വലാത്ത് പതിവാക്കുന്നവർക്ക് അവരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു നിലയ്ക്കും ദേഷ്യപ്പെടുകയില്ല എന്ന് മഹത്തുക്കൾ പറയുന്നു. 18ാമത്തെ നേട്ടം നമുക്ക് കാണാം. സ്വർഗത്തിൽ കൺകുളിർമയായ ഇണകളെ കൊണ്ട് അള്ളാഹു സന്തോഷം നൽകുക. കൺകുളിർമയുള്ള ഇണകളെ കൊണ്ട് അള്ളാഹു സന്തോഷം നൽകും. അള്ളാഹു ഭാഗ്യം നൽകുമാറാട്ടെ. അത് ഭൂമിയിലെ ഇണകളാണെങ്കിലും അവർക്ക് അതിനെ റഹ്മത്തും ബറക്കത്തും ചെയ്ത വലിയ സന്തോഷമുള്ള ഇണകളാക്കി അവർക്ക് സ്വർഗത്തിൽ അള്ളാഹു നൽകും. ഭൂമിയിൽ ഇണകളില്ലാത്തവരായിരുന്നുവെങ്കിൽ അവർക്ക് അതിന് പകരമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല ഇണകളെ നൽകി അനുഗ്രഹിക്കും. അവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ, അവർക്ക് നേരം പോക്കിനായി സന്തോഷിക്കാനുള്ള വകയായിട്ട് അള്ളാഹു നൽകും. 20ാമത്തെ നേട്ടം കാണാം. അള്ളാഹുവിലേക്കും റസൂലിലേക്കും കൂടുതൽ അടുക്കാൻ ഇത് കാരണമായി തീരും. റബ്ബിലേക്ക് അടുക്കാൻ, മുത്തുനബിതങ്ങളിലേക്ക് കൂടുതൽ അടുക്കാൻ. അങ്ങനെ അടുത്താനുള്ള ഗുണം എന്താണെന്നറിയോ?
അങ്ങനെ അടുത്താലുള്ള ഗുണം എന്താണെന്നറിയോ? നമ്മളുടെ ഈമാൻ അള്ളാഹു രക്ഷപ്പെടുത്തുമെന്നാ. മുത്തുനബിതങ്ങളെയും അള്ളാഹുവിനെയും കൂടുതൽ ഹബ്ബ് വെക്കുന്നവരുടെ ഈമാൻ ദുർബലപ്പെട്ടു പോകൂല, രക്ഷപ്പെട്ടു കിട്ടും. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഈ നേട്ടങ്ങളൊക്കെ ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ എങ്ങനെയാണ് സ്വർഗത്തിൽ കടക്കാതിരിക്കുക? അയാൾ സ്വർഗത്തിൽ കൽബ് നന്നാക്കപ്പെടും. വ്യക്തിയുടെ, ഈ മനുഷ്യന്റെ കൽബ് നന്നാക്കപ്പെടും. ആണാകട്ടെ പെണ്ണ്, നമ്മുടെ കൽബ്, ഹൃദയം നന്നായി കഴിഞ്ഞാൽ ആ ഹൃദയത്തിലേക്ക് 100 കടക്കുകൾ, അള്ളാഹുവിന്റെ 100 കടക്കുകളും. അതുപോലെ സമ്പത്തുള്ളവനാണെങ്കിൽ അവന്റെ സമ്പത്ത് ശുദ്ധീകരിക്കപ്പെടും. നമ്മൾ സക്കാത്ത് കൊടുക്കുന്നത് സമ്പത്ത് ശുദ്ധീകരിക്കാനാണ്, സമ്പത്തിൽ കലർപ്പില്ലാതിരിക്കാനാണ്. നമുക്ക് ഹലാലായ വരുമാന മാർഗങ്ങൾ അള്ളാഹു തുറന്നു തരിക. അതാണ് സമ്പത്ത് എന്ത് ചെയ്യുക, ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ ഹലാൽ അല്ലാത്തത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക തന്നെയില്ല. ഹലാലായതു മാത്രമേ അള്ളാഹു നമ്മളിലേക്ക് അടുപ്പിച്ചു തരികയുള്ളൂ. 23ാമത്തെ നേട്ടം കാണാം, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ശുദ്ധീകരിക്കപ്പെടുക എന്ന്. നല്ല പ്രവർത്തനങ്ങളല്ലാത്ത ഒരു പ്രവർത്തനവും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകൂല. കള്ളുകുടിയോ മോഷണമോ അല്ലെങ്കിൽ കൊലപാതകമോ അല്ലെങ്കിൽ പിടിച്ചുപറിയോ മറ്റുള്ളവരെ അപഹസിക്കലോ പരിഹസിക്കലോ അതുപോലെ തന്നെ ഗീബത്ത് നമീമത്ത് പറയലോ ചീത്ത പറയലോ അങ്ങനെ തുടങ്ങിയ ആളുകൾ വെറുക്കുന്ന മോശമായ ഒരു സംഗതികളും നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരൂല, നമ്മുടെ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരൂല. അള്ളാഹു നമ്മളുടെ പ്രവർത്തനങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് നൽകും. നോക്കി, ഈ 23 നേട്ടം, ഈ അവസാനത്തെ നേട്ടം തന്നെ എടുത്തു നോക്കി. അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളെ ശുദ്ധീകരിക്കുമെന്ന് പറഞ്ഞാൽ ആ പ്രവർത്തനങ്ങൾ കൊണ്ട് നരകത്തിലേക്ക് പോകേണ്ട ഒന്നും ഉണ്ടാവൂല എന്ന്, സ്വർഗത്തിൽ കടക്കൂലേ. അപ്പോ അങ്ങനെ മഹത്വമുള്ള, ഇത്രയേറെ പ്രാധാന്യമുള്ള 23 ഉഖറവിയായ നേട്ടങ്ങൾ നമ്മൾ പറഞ്ഞു. അള്ളാഹു ഇതെല്ലാം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. എന്ത് ചെയ്താൽ മതി? ജീവിതത്തിൽ മുടങ്ങാതെ, ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ മുടങ്ങാതെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുക ഈ സ്വലാത്ത്. മഹാന്മാരായ സ്വഹാബത്ത് പതിവാക്കിയ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെ മഹത്തുക്കളായ സ്വഹാബത്ത് ജീവിതത്തിൽ കൊണ്ടു നടക്കുകയും നമ്മളോട് ചെയ്യാൻ കൽപ്പിക്കുകയും ചെയ്ത മഹത്തായ സ്വലാത്ത്. അപ്പൊ അവര് പതിവാക്കിയിരുന്ന എത്ര മഹത്വമുള്ള സ്വലാത്തായിരിക്കും. അനവിധങ്ങൾക്ക് കൊടുക്കുന്ന ഏറ്റവും ടോപ്പായിരിക്കൂലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളുടെ ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ ആ സ്വലാത്ത് ഒന്ന് ചൊല്ലിത്തരാം. 2 രൂപത്തിലുണ്ട്. ഒന്ന് മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചൊല്ലിയ സ്വലാത്ത്, അതെങ്ങനെയാണെന്ന് ചൊല്ലാം. അതിനുശേഷം അത് ഷോർട്ടാക്കിയിട്ട് ചുരുക്കിയിട്ട് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലിയത് എങ്ങനെയാണെന്നും നമുക്കൊന്ന് പഠിക്കാം ഇൻഷാ അല്ലാഹ്. ആദ്യം മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് തങ്ങൾ ചൊല്ലിയ സ്വലാത്ത്. അല്ലാഹുമ്മ ജഅൽ സ്വലവാതിക വറഹ്മതിക വബറകാതിക അലാ സയ്യിദിൽ മുർസലീൻ وإمام المتقين وخاتم النبيين محمد عبدك ورسولك إمام الخير وقائد الخير ورسول الرحمة اللهم ابعثه مقاما محمودا يغبطه به الأولون والآخرون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. അള്ളാഹ് സ്വീകരിക്കണേ റഹ്മാനെ. അപ്പോ ഈ സ്വലാത്തിന്റെ അവസാന ഭാഗം നമുക്കറിയാം, നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലാറുള്ള ഇബ്രാഹിമിയ സ്വലാത്ത് കൂടെ ചേർത്തിട്ടാണ് മഹാൻ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അത് ചൊല്ലിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ ചൊല്ലിത്തരട്ടെ. അല്ലാഹുമ്മ ജഅൽ സ്വലവാതിക വറഹ്മതിക വബറകാതിക അലാ സയ്യിദിൽ മുർസലീൻ വഇമാമിൽ മുത്തഖീൻ വഖാതിമിൻ നബിയ്യീൻ മുഹമ്മദിൻ അബ്ദിക വറസൂലിക إمام الخير وقائد الخير ورسول الرحمة اللهم ابعثه مقاما محمودا يغبطه به الأولون والآخرون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഇതാണ് മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് തങ്ങൾ ചൊല്ലിയത്. ഇങ്ങനെ അവിടുന്ന് എപ്പോഴും ചൊല്ലാറുണ്ടായിരുന്നു, എല്ലാ ദിവസവും പതിവാക്കാറുണ്ടായിരുന്നു. പതിവാക്കുക മാത്രമല്ല, നമ്മോട് പറഞ്ഞു വന്നു നിങ്ങളും പതിവാക്കണം.
എങ്ങനെയാണ് ഇനി അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഇത് ചൊല്ലിയത്? ഇതും കുറച്ച് ചെറിയ രൂപത്തിൽ, ചുരുങ്ങിയ രൂപത്തിൽ അവിടുന്ന് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൂടെ ഇൻഷാ അല്ലാഹ് ഒന്ന് ചൊല്ലാം. അല്ലാഹുമ്മ ജഅൽ സ്വലവാതിക വബറകാതിക വറഹ്മതിക അലാ സയ്യിദിൽ മുർസലീൻ വഇമാമിൽ മുത്തഖീൻ വഖാതിമിൻ നബിയ്യീൻ മുഹമ്മദിൻ അബ്ദിക വറസൂലിക ഇമാമിൽ ഖൈർ വഖായിദിൽ ഖൈർ اللهم بعثه يوم القيامة مقاما محمودا يغبطه به الأولون والآخرون وصل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. കുറച്ചുകൂടെ ചുരുങ്ങിയ രൂപത്തിലാണ് മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലിയത്. രണ്ടും നമുക്ക് ചൊല്ലാം. രണ്ടാലൊന്നും നിങ്ങൾക്ക് ഏതാണോ പറ്റുന്നത്, ഏതാണോ എളുപ്പമുള്ളത്, കൂടുതൽ ചൊല്ലാൻ പറ്റുന്നവർ കൂടുതൽ ചൊല്ലുക. ഇനി അത് ചുരുങ്ങിയ രൂപത്തിലാണ് ചൊല്ലാൻ പറ്റുന്നതെങ്കിൽ ചുരുങ്ങിയ രൂപത്തിൽ ചൊല്ലുക. രണ്ടും മഹത്തുക്കളായ സ്വഹാബത്ത് ചൊല്ലിയ മഹത്തായ രണ്ട് സ്വലാത്താണ്, രണ്ടും സ്വലാത്താണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ മഹത്തായ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് കിട്ടുന്ന നേട്ടങ്ങളാണ് ഞാൻ സുബ്ഹാനല്ലാഹ് തുടക്കത്തിൽ ഒന്ന് ഓർമ്മപ്പെടുത്തിയത്. അള്ളാഹു അതിനുള്ള അവസരം നൽകുമാറാകട്ടെ.